നമസ്കാരം. ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് വന്ന് നിൽക്കുന്നത്. 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്കിന്ന് ഇപ്പോഴും നിങ്ങൾ കാണുന്ന വീഡിയോ എല്ലാം കഴിഞ്ഞ് റെഡിയായി ഒക്കെ വന്നിട്ടുള്ളതല്ലേ. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്ന് വീട്ടിൽ നിന്ന് ഇതാ അടുക്കളയിൽ നിന്ന് നേരിട്ട് വീഡിയോ എടുക്കുകയാണ്. പോകണം, ഒരു 6:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, നമ്മളൊരു വർഷം മുന്നേ ബേബി അമ്മയുടെ വീഡിയോ ഇട്ടത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അന്ന് ഒരുപാട് ആളുകൾ സഹായിച്ചതാണ്. അമ്മയ്ക്കൊരു വീട് എന്നുള്ളതായിരുന്നു ആവശ്യം. അങ്ങനെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. നാളെ, അതായത് മെയ് 17-ാം തീയതി വീടിൻ്റെ പാലുകാച്ചലാണ്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ്. നാളെ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളന്ന് വീഡിയോ ഇട്ടെങ്കിലും അങ്ങനെ വലിയൊരു എമൗണ്ടൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണി തുടങ്ങാനും പറ്റിയില്ല. പിന്നെ ലൈഫ് പദ്ധതിയിൽ അമ്മയുടെ പേരുണ്ട്. അപ്പോൾ ആ ഫണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിജിക്കൊക്കെ വെച്ച് കൊടുത്ത പോലെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വീട് വയ്ക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു പ്രതീക്ഷ തന്നെ ഒന്നും അല്ലാണ്ടായിപ്പോയി. ഞാൻ അപ്പോഴേക്കും ഇലക്ഷൻ വന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അതൊരു വിഷമത്തിൽ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും കിടക്കുമോ. ഞാൻ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഓണക്കോടി കൊടുക്കാൻ പോയപ്പോൾ ഞാനൊന്ന് പറഞ്ഞേച്ചു പോകുന്നു, അടുത്ത ഓണം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുന്നു. അത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. എനിക്ക് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ എവിടെയോ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും നടന്നു. പക്ഷേ അങ്ങനൊരു വലിയ വീടല്ല, ഒരു മുറിയും ഒരു അടുക്കളയായിട്ട് ചെറിയൊരു വീട് വേണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരണം. ഇന്നിപ്പോൾ പോകുന്നത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. ഒരുപാടൊന്നുമല്ല, ചെറിയ വീടല്ലേ. അപ്പോൾ ഒരു കട്ടിൽ, ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ, കസേരകൾ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എല്ലാം നോക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോയി പൈസ കൊടുത്ത് എടുത്താൽ മാത്രം മതി. അതാണ് ഇന്നത്തെ പരിപാടി. പക്ഷേ മഴ ഇങ്ങനെ നിൽക്കണോണ്ട് നമ്മളിത് കയറ്റി വണ്ടിയിൽ വിടുമ്പോഴും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നാണെങ്കിൽ രാവിലെ, അതായത് ഞാനിപ്പോൾ എണീറ്റ് വരുന്ന പോകുന്നതിൽ മഴ പെയ്യുക. കുഴപ്പമില്ലായിരിക്കും അല്ലേ. എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും അത്ര പരിചയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രെയിമൊക്കെ കറക്റ്റാണോ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഔട്ട്ഡോർ ഫുഡിൻ്റെ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ക്യാമറമാനെയൊക്കെ വെച്ചിട്ട് അവരാണല്ലോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളും കുറച്ച് എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് ഒന്ന് പഠിച്ചെടുക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് വീഡിയോ ആയിരുന്നു, വെങ്കിയുടെ വീഡിയോ, അത് എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബുള്ളറ്റ് കോഫി അല്ലെങ്കിൽ നെയ്യ് കാപ്പിയിൽ ആണെന്ന് പറഞ്ഞു. കുറേ പേര് വന്നിട്ട് അതെന്താ എങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 3:45-4 മണിക്കൊക്കെ എണീക്കണം എനിക്ക്. കാരണം ഈ മോൻ 1-ാം ക്ലാസ്സിൽ, ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് ആയിട്ടോ. 1-ാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് KVയിലായതുകൊണ്ട് 6:30 ആകുമ്പോഴേക്കും ഇവർക്ക് പോകണം. ഇപ്പോൾ 6:30 പോകണമെങ്കിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണമെങ്കിൽ അത്രയും നേരത്തെ നമ്മൾ എണീക്കണ്ടേ. അപ്പോൾ അതങ്ങനെ ശീലമായിട്ട് ഇപ്പോൾ ഒരാവശ്യമില്ലെങ്കിലും ഈ സമയത്ത് ഉറക്കണീക്കും. അങ്ങനെ ഈ ഒരു 4 മണിക്ക് അപ്പുറത്തേക്ക് ഉറങ്ങുക എന്ന് പറയുന്നത് പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ടയേർഡൊക്കെ ആയിട്ട് വെളുപ്പാങ്കാലത്തൊക്കെ വന്ന് കിടക്കണതായിരിക്കണം. എന്നാലും എണീറ്റ് പോവും. അതൊരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മളെ ബ്രെയിൻ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഉറങ്ങണം എന്ന് വെച്ചാൽ നടക്കില്ല. പിന്നെ അല്ലെങ്കിൽ എണീറ്റ് കുറേ സമയം കഴിയുമ്പോൾ പിന്നെയും പോയി കിടന്നുറങ്ങണം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ബുള്ളറ്റ് കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്താ നമ്മുടെ ഈ സാധാരണ ബ്രൂവിൻ്റെയൊക്കെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്രൂവോ അല്ലെങ്കിൽ നെസ്കഫയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഭയങ്കര കടുപ്പത്തിൽ എടുക്കാറില്ല. പാലൊന്നും ഒഴിക്കുന്നില്ലല്ലോ. പാൽ അഡിക്റ്റായിരുന്നു. പിന്നെ അലർജിയുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പാല് നിർത്തി. ഇപ്പോൾ പക്ഷേ എനിക്ക് മാറി. ഞാൻ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി കുറച്ച് നാളേക്ക് കുടിക്കണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമുക്ക് കോഫി എന്തൊക്കെ ചേർക്കണമെന്ന് കാണിച്ചു തരാം. ഇത് നെയ്യാണ്, ഒരു സ്പൂൺ നെയ്യ്. പിന്നെ മധുരത്തിന് പഞ്ചസാര ചേർക്കലില്ല, ശർക്കരയാണ് ചേർക്കുക. അതും ഒരു വ്യത്യാസമുണ്ട്. ഇതാ നോക്ക്, ശർക്കരയുടെ ഇങ്ങനെ ക്രീം പോലെ അല്ലേ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തരുന്നതാണ് കേട്ടോ. അവർ കാർഷിക കോളേജിലാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല ശർക്കര അവരുണ്ടാക്കണത് കൊണ്ടു തരുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കണേ. നമുക്കിതിലേക്ക് കോഫി ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കാപ്പിയിലാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങണത്. ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പാലുകൂടി നിർത്തിയപ്പോൾ അത് വലിയൊരു ക്ഷീണമായിരുന്നു. ചായ കുടിക്കാണ്ട് ഒരു ദിവസം, ചായ അല്ല കോഫി തന്നെയാണ് കുടിക്കുക.
കോഫി കുടിക്കാണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെയാണ്. ഒരു ഡിസംബർ മുതൽ ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഓക്കെ, ഒരു 1-2 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് വിശക്കുകയില്ല. ഒരു ഫുഡ് കഴിച്ചൊരു ഫീൽ തന്നെയാണ്. മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പറയാനാണ് വന്നത്. പിന്നെ എൻ്റെ ഇത് കാപ്പി ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ റെഡി ആവണം, കുറച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇനി റെഡി ആയി കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പിന്നെ രാവിലത്തെ അടുക്കളയിലെ കുറച്ച് പരിപാടികൾ വേറെ ഒന്നുമില്ല. ദോശയും ചമ്മന്തിയോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ. കാരണം ഈ മോന് എല്ലാ ദിവസവും ദോശ തന്നെയാണ് ഇഷ്ടം. പുള്ളിക്കാരനാണെങ്കിൽ സ്കൂളിൽ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ട്. അത് തന്നെ രാവിലെ വെക്കേഷനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സാധാരണ 6:15 സ്കൂളിൽ പോകണം. ഇപ്പോഴും പോകണം. ഇപ്പോൾ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകണം. ഇനി ഒരു 11 മണിയൊക്കെ ആയിട്ടേ തിരിച്ച് വരുള്ളൂ. അപ്പോൾ നമുക്കതുകൊണ്ടൊരു വെക്കേഷൻ പ്രതീതിയൊന്നുമില്ല. എല്ലാ ദിവസവും സാധാരണ പോലെ തന്നെ എണീക്കണം, അവനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പറഞ്ഞു വിടണം, ഇതൊക്കെ തന്നെ. അപ്പം ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടൊക്കെ വരാം. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുക. പിന്നെ നേരെ പോകേണ്ടത് ഫർണിച്ചർ ഷോപ്പിലേക്കാട്ടോ. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തേച്ചും പെരുപ്പൻകോടാണ് അമ്മയുടെ പുതിയ വീട് വെച്ചിട്ടുള്ളത്, അവിടേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എനിക്ക് ഈ കർമ്മ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചെയ്യണതിൻ്റെ ഫലം നമ്മളെ തേടി വരും എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വിജിക്ക് വീട് വെച്ചപ്പോഴും ആ സമയത്ത് ഭയങ്കര ഫിനാൻഷ്യലി ടൈറ്റായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ മേടിച്ചു കൊടുക്കും, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മളായിട്ട് ഒരു മുൻകൈ എടുത്ത് വെക്കുന്ന വീടുകളിൽ ഫർണിച്ചർ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ വിജിയോട് വാക്ക് പറഞ്ഞിരുന്നു, ഒന്നും മേടിക്കരുത്, ഞാൻ കൊണ്ടുവന്നോളാം എന്ന്. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പോഴും അത് തന്നെ. ഇത് വളരെ പെട്ടെന്നാണ് തീരുമാനിക്കുന്നത്, ഇന്ന് പാല് കാച്ച് നാളെ പാല് കാച്ച് എന്നുള്ളത്. അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നം വന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം സോൾവായി. ഇന്നിപ്പോൾ അതാ ഫുള്ള് എമൗണ്ട് അടച്ച് ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാം. നല്ല മഴയുണ്ട്. അവിടെ എത്തിക്കുന്നത് വരെ ഇനി ഒരു വെപ്രാളാണ്. പിന്നെ എന്താ വെച്ചാൽ അങ്ങ് വരെ നടന്നു പോകാൻ പറ്റില്ല. അമ്മയുടെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്ത് വരെ വണ്ടി പോവുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ചുമന്നൊക്കെ കയറ്റണം. മഴയൊക്കെ ആണെങ്കിൽ വലിയ പാടായിരിക്കും. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ശരിക്കും അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്താണ് മേടിച്ചുകൊണ്ട് ചെല്ലണതെന്നൊന്നും. കാരണം ഞാനിങ്ങനെ ചോദിച്ചു, എന്നാണ് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും വേണ്ട, വീട് തന്നെ കിട്ടിയത് ഭാഗ്യം, വേറെ ഒന്നും ഇനി മേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത്, അവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നൊക്കെ ഒരു ഏകദേശം രൂപ ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തത്. വിജിക്ക് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 1.5 മാസത്തെ സമയം കിട്ടി. അപ്പം ഞാൻ വിജിയുടെ വീട്ടിലേക്കുള്ള പിന്നെ സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ എല്ലാം പറഞ്ഞ് പണിയിപ്പിച്ചതാണ്. അതായത് ആ ചെറിയ സ്പേസിൽ കൊള്ളുന്ന വിധത്തിൽ. പക്ഷേ ഇതിന് എനിക്ക് ആ സമയമൊന്നും കിട്ടിയിട്ടില്ല. വളരെ പെട്ടെന്ന്, ഇപ്പോൾ മഴയും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മാറുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണിതിട്ടത് പോയി മേടിക്കേണ്ടി വന്നു. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ സ്പേസാണ്, അതിനകത്ത് കൊള്ളുന്ന സാധനങ്ങൾ വേണമല്ലോ മേടിക്കാൻ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് അവിടെ ഇങ്ങനെ കുറേ ഒന്നും അലയേണ്ടിയൊന്നും വന്നില്ല. ഒരു 2-3 സ്ഥലത്ത് ഇങ്ങനെ കടകളിലൊക്കെ കയറി, അത്ര തന്നെയുള്ളൂ. എന്നാലും എല്ലാം ഇങ്ങനെ ഇതുവരെ എല്ലാം ഇങ്ങനെ ഭംഗിയായിട്ടാണ് നടന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ലാഗൊക്കെ വന്നെങ്കിലും എല്ലാം ഓക്കെയാണ്. അപ്പം നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ്. കാരണം അത്രയും നിവൃത്തികേടിൻ്റെ അങ്ങേയറ്റത്ത് നിന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതേ. ഭയങ്കര വിഷമമായിരുന്നു അവരുടെ ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ കണ്ടപ്പോൾ. ഇത്രയും പ്രായമുള്ള മനുഷ്യന്മാരല്ലേ, ഒരാൾക്ക് ഏതാണ്ട് 90 വയസ്സിന് മേലെയുണ്ട്, ബേബി അമ്മയ്ക്കും ഉണ്ട് 10-70 വയസ്സിന്. ഈ പെൻഷൻ മാത്രമാണല്ലോ അവരോട്. പിന്നെ ഈ ചെറിയ ചായയൊക്കെ വിൽക്കുന്ന. ഇനിയിപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് മുന്നോട്ടേക്ക്. കാരണം റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും കച്ചവടം ചെയ്യാനൊന്നും ഇനി പറ്റൂല. അപ്പോൾ ഇനി ഇവർക്കൊരു ജീവിതമാർഗം എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം. ആദ്യം നമുക്ക് ആദ്യത്തെ ഘട്ടം കഴിയട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെ എത്തിയില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഇതിനകത്തൊരു 1 രൂപ ഇട്ട ആളുകൾ വരെ നിങ്ങളും കൂടിയും ഇതിൻ്റെ ഭാഗഭാക്കാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എന്താവും എനിക്കറിയില്ല അവരുടെ ഒരു ജീവിതമൊക്കെ. ഇപ്പോൾ എന്തായാലും ആരും ഇറക്കി വിടില്ലല്ലോ, നമുക്ക് സമാധാനമായിട്ട് എടുക്കാൻ നമ്മുടെ ഒരു സ്ഥലം എന്നുള്ളൊരു സാധനമായില്ലേ. അതാണ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി. ഇനി നാളത്തെ പാലുകാച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ.